ഹായ്, വെൽക്കം ടു ആർ എസ് ആസ്ട്രോ ലൈവ്. മിഥുനൻ രാശിക്കുള്ള റീഡിംഗ് ആണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഫൈനാൻഷ്യലി അല്പം ടൈറ്റുള്ളൊരു സമയമാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ചിന്തയിലുമാണ് നിങ്ങൾ. ഫൈനാൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിന് അല്പം ചിന്തയിലാണ്. കാരണം എന്തോ ഒരു പുറപ്പാട്, നൈറ്റ് ഓഫ് സ്വേർഡ്സ് കിട്ടുന്നുണ്ട്. എന്തോ ഒരു പുറപ്പാട്, എന്തോ ഒന്ന് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വലിയ ചിന്തയിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പക്ഷേ ഫൈനാൻഷ്യൽ ടൈറ്റ്നെസ് നിങ്ങൾക്ക് അതുമൂലമായിരിക്കും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇമോഷണലി വളരെ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. നിങ്ങൾ തൽക്കാലം ആ ഇമോഷണൽ സിറ്റുവേഷനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ഒറക്കിൾ പറയുന്നത് നമുക്ക് നോക്കാം. ഒറക്കിൾ പറയുന്നത് ദിസാണ്. നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ വരാൻ പോകുന്നു. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടാൻ പോകുന്നു. അതല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സിൻ്റെ തുടക്കമാണ്. എന്തായാലും സൺ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാർഡാണ്. ഏഞ്ചൽസിൻ്റെ കാർഡ് എന്താണ് പറയുന്നത്? കോംപ്രമൈസ്. അല്പം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആരെങ്കിലുമായിട്ടൊരു ബിസിനസ്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അത് ഒറ്റയ്ക്കാവില്ല എന്നുള്ള കണ്ടീഷനാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ അത് തുടങ്ങാവുന്നതാണ്. ഒരു ലിബ്ര പേഴ്സണുമായിട്ട് മേ ബി നിങ്ങൾക്കൊരു നല്ലൊരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങിയാൽ ഒരു കോംപ്രമൈസ്. ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ അല്പം കോംപ്രമൈസ് ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെ കൊടുത്തരുമെന്നാണ് കാർഡ് പറയുന്നത്. എന്താണ് സോൾ കാർഡ് പറയുന്നത്? പീസ്ഫുൾ ഹെർട്ടാണ്. നിങ്ങൾ മാനസികമായിട്ട് ഇപ്പോൾ ശാന്തി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്തു. നിങ്ങൾക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. നിങ്ങളതിനെ അവോയ്ഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അല്പം ശാന്തമായിട്ട് വരികയാണ്. രണ്ട് വഴി നിങ്ങൾക്ക് മുന്നിലുണ്ട്, അല്ലെങ്കിൽ രണ്ടാളുകൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾക്ക് അതിലൊന്ന് സെലക്ട് ചെയ്യണം. മേ ബി ബിസിനസ് ഓഫറിന് വേണ്ടി തന്നെയായിരിക്കാം. ബിസിനസ്സിന് വേണ്ടിയിട്ടൊരു പുതിയ പങ്കാളിയെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി 2 ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി 2 ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഓപ്ഷൻ നിങ്ങൾ ബെറ്ററായിട്ടുള്ള സെലക്ട് ചെയ്യണം എന്നാണ് കാർഡ് പറയുന്നത്. അത് ബിസിനസ് ആണെങ്കിൽ അगर ഒരു ലിബ്ര പേഴ്സൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിബ്ര പേഴ്സണെ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് നമ്മുടെ ആസ്ട്രോളജിക്കൽ കാർഡ് പറയുന്നത്? വാദപരമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും അല്പം സൂക്ഷിക്കുക. കാരണം ഈ സമയം കാലാവസ്ഥ മാറുന്നതുകൊണ്ട് തന്നെ വാദപരമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് വ്യായാമവും നടക്കലും ഓടവും അങ്ങനെയുള്ള ആവുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നെർവസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും ഒക്കെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സകൾ എടുക്കുക. ഇതാണ് മിഥുനൻ രാശിക്കുള്ള